ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുടരുമോ? അതും ബജറ്റിൽ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കി 2013 UDF സർക്കാർ നടപ്പിലാക്കിയ ന്യൂ പെൻഷൻ സ്കീം തുടരുമെന്നാണ് ഇപ്പോൾ ബജറ്റ് നൽകുന്ന സൂചന. കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ LDF സർക്കാർ നടപ്പിലാക്കിയ എഷ്വേർഡ് പെൻഷൻ സ്കീം ഉപേക്ഷിക്കുമെന്നാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത്. ജീവനക്കാർക്ക് പെൻഷൻ കാര്യത്തിൽ ലഭിക്കുമായിരുന്ന ഉറപ്പ് ഇതിലൂടെ നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആവർത്തിച്ച് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊന്ന് സ്വർണ്ണ നികുതിയെക്കുറിച്ചാണ്, മറ്റൊന്ന് IGSTയെക്കുറിച്ചാണ്. അവയെക്കുറിച്ചൊന്നും ഈ ബജറ്റിൽ പരാമർശം കണ്ടില്ല. ഇതാണ് ബജറ്റിൻ്റെ പൊതുവായ നില. LDF സർക്കാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ പേര് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ദിശ അത് പൂർണ്ണമായി തകിടം മറിക്കുന്ന നിലയിലേക്കാണ്. കേരളത്തിന് വലിയ അപകടം സംഭവിക്കുന്നുവെന്ന സൂചനയാണ് ഈ ബജറ്റിലൂടെ നൽകിയിട്ടുള്ളത്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നൊരു ഗവൺമെന്റിന്റെ പച്ചയായി ഒളിച്ചോട്ട് എങ്ങനെയാണെന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് ഇന്ന് നടന്നിട്ടുള്ള ബഡ്ജറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യവൽക്കരണം, ഭൂമി കച്ചവടം, പിന്നെ കുറച്ച് വാചക കസർത്ത്, ഇതൊക്കെ കൂടിയാൽ ബഡ്ജറ്റ് പൂർണ്ണമാകും. നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ചോദിച്ചതുപോലെ ക്ഷേമ പെൻഷൻ 3000 ആക്കിയില്ലെന്ന് മാത്രമല്ല, കൊട്ടിഘോഷിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിൽ KSRTC ഒഴിച്ചൊന്നും പ്രാബല്യത്തിൽ വരാനുള്ള സാമ്പത്തികമായൊരു നിർദ്ദേശവും ഇതിനകത്തില്ല. 1 മണിക്കൂർ 39 മിനിറ്റ് നീണ്ട മുഖ്യമന്ത്രി VD സതീശന്റെ ബജറ്റ് പ്രസംഗത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകവും നയപരവുമായ വിമർശനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം എന്ന പ്രതീതി ഉണ്ടാക്കിയ ശേഷവും 2000 കോടി രൂപ അലൊക്കേഷൻ മാറ്റിവെക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മാത്രമല്ല, കഴിഞ്ഞ മാർച്ചിൽ 6300 കോടി രൂപയുടെ നീക്കി ബാക്കി നിലനിർത്തിപ്പോയ ഒരു സർക്കാരിൽ വേണ്ടത്ര ജനക്ഷേമത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ട അലൊക്കേഷൻ ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ് രണ്ടാം ഭൂപരിഷ്കരണം എന്നതാണ് പിണറായി വിജയന്റെ വിമർശനം. മാത്രമല്ല, കൂടുതൽ സ്വകാര്യ മേഖലയെ അല്ലെങ്കിൽ സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന നയങ്ങളാണ് ഈ ബജറ്റിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിമർശനവും പ്രതിപക്ഷത്തിനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.